ഓം നമോ നാരായണായ. ഇന്ന് വായിക്കുന്നത് ഹനുമൽ സുഗ്രീവ സംവാദം എന്ന ഭാഗത്തിലെ ഓരോ വരിയുടെ അർത്ഥമാണ്. കേട്ടാലും. ഹനുമാനും സുഗ്രീവനും തമ്മിലുള്ള സംഭാഷണം. ഇപ്രകാരം സുഖമായി കഴിയുന്ന കാലത്ത് ഒരു ദിവസം മനോഹരമായ കിഷ്കിന്ധ നഗരത്തിൽ ജീവിക്കുന്ന സുഗ്രീവനോട് പവനപുത്രനായ ഹനുമാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ വണങ്ങി നിന്ന ഏകാന്തമായ രീതിയിൽ, വാനരശ്രേഷ്ഠ, അങ്ങേക്ക് നല്ലതായ വാക്കുകൾ ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ. ശ്രീരാമൻ അങ്ങയുടെ കാര്യം നിറവേറ്റി തന്നു. സത്യവ്രതനും പുരുഷോത്തമനുമായ അദ്ദേഹം മുൻപേ തന്നെ അത് ചെയ്തു തന്നു. എന്നാൽ അതിനുശേഷം അങ്ങ് രാമന്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചതേയില്ല എന്നെൻ്റെ മനസ്സിൽ തോന്നുന്നു. കഷ്ടം. വളരെ ശക്തനും വാനരശ്രേഷ്ഠനുമായ ബാലി, 3 ലോകങ്ങൾക്കും സമ്മതനും ഇന്ദ്രന്റെ പുത്രനുമായ ബാലി അങ്ങു കാരണം ശക്തിയോടെ വധിക്കപ്പെട്ടു. ശ്രീരാമൻ അങ്ങയുടെ കാര്യം നേരത്തെ തന്നെ ചെയ്തു തന്നു. അങ്ങയെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്തു. മഹത്തുക്കളാൽ പൂജ്യനായി താരയോടൊത്ത് അങ്ങ് സുഖമായി ജീവിക്കുന്നു. എത്രനാൾ ഇനി ഇങ്ങനെ ഉണ്ടാകും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങ് അത് മനസ്സിലാക്കുക. ഇന്നോ നാളെയോ മറ്റന്നാളോ അങ്ങയ്ക്ക് മരണം സംഭവിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കടമ മറന്നാൽ മരണം നിശ്ചയം. തനിക്ക് ചെയ്ത ഉപകാരത്തിന് തിരികെ ഉപകാരം ചെയ്യാൻ മറക്കുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നാലും ചത്തതിന് തുല്യനാണ്. പർവ്വതമുകളിൽ തൻ്റെ സഹോദരനായ മകനോട്, അതായത് അംഗദത്തനോട്, ശ്രീരാമൻ അത്യന്തം ദുഃഖത്തോടുകൂടി കഴിയുന്നു. അവിടുന്ന് നിന്നെയും നിങ്ങൾ തമ്മിൽ പറഞ്ഞ സമയത്തെയും കാത്തിരിക്കുന്നു. പറഞ്ഞ സമയം വന്നു ചേർന്നു. പക്ഷെ നീയോ അത് ഒട്ടും ഓർത്തതുപോലുമില്ല. വാനര സ്വഭാവത്തോടെ സ്ത്രീയിൽ താരയിൽ, അതായത് ആസക്തനായി മദ്യപാനവും ചെയ്ത് ബുദ്ധി നശിച്ച് കഴിഞ്ഞുകൂടുന്നു. കഷ്ടം. രാവും പകലും തിരിച്ചറിയാതെ വസിക്കുന്നു. നിന്റെ രീതികളൊക്കെ എന്തു നല്ലത് പരിഹാസരൂപേണ പറയുകയാണ്. നിന്റെ ജ്യേഷ്ഠനായ ഇന്ദ്രപുത്രൻ ബാലിയെ പോലെ ശ്രീരാമൻ നിന്നെയും വധിക്കും തീർച്ച. ആജ്ഞയുടെ മകനായ ഹനുമാന്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ഭയന്നുപോയ സുഗ്രീവൻ ഹനുമാനോട് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു. നീ പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്, സംശയമില്ല. ഇത്തരത്തിൽ ഉപദേശം നൽകുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും ആപത്ത് വരില്ലല്ലോ. അതുകൊണ്ട് ഉടൻ തന്നെ എൻ്റെ ആജ്ഞയോടെ അവിടുന്ന് 10 ദിക്കുകളിലേക്കും ആൾക്കാരെ അയക്കണം. 7 ദ്വീപുകളിലുമായി വാനരന്മാരായ ശ്രേഷ്ഠന്മാരെ വേഗത്തിൽ ഇങ്ങോട്ട് വരുത്താനായി 10,000 വാനര വീരന്മാരെ വൈകാതെ തന്നെ സന്ദേശ ലേഖനങ്ങൾക്കായി വിടുക. ഒരു പക്ഷത്തിനുള്ളിൽ, അതായത് 15 ദിവസത്തിനുള്ളിൽ വാനര സമൂഹം ഇവിടെ എത്തണം. ആ കാലാവധി കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അവൻ വധിക്കപ്പെടേണ്ടവനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ സത്യമായി പറയുന്നു. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അഞ്ജനാപുത്രനായ ഹനുമാനോട് ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട് സുഗ്രീവൻ തന്റെ മനോഹരമായ കൊട്ടാരത്തിലേക്ക് പോയി വസിച്ചു. സുഗ്രീവന്റെ ആജ്ഞ മനസ്സിലുറപ്പിച്ച് വായുപുത്രനായ ഹനുമാൻ വാനര ശ്രേഷ്ഠന്മാരെയും 10 ദിക്കുകളിലേക്ക് അയച്ചു. ബഹുമാന്യരായ വാനര ശ്രേഷ്ഠന്മാർ അപ്പോൾ തന്നെ കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാനര കൂട്ടങ്ങളുടെ നേതാക്കളെ വരുത്തുവാനായി സന്തോഷത്തോടെ സമ്മാനങ്ങളും ബഹുമാനങ്ങളും നൽകി തൃപ്തരായി പുറപ്പെട്ടു. മനുഷ്യരൂപം പൂണ്ട ശ്രീരാമന്റെ കാര്യങ്ങൾ വേഗത്തിൽ സാധിച്ചു കൊടുക്കുന്നതിനായി ശ്രീരാമനും പർവ്വതമുകളിൽ ദുഃഖിച്ചുകൊണ്ട് തൻ്റെ പ്രിയപത്നിയായ സീതയെ പിരിഞ്ഞു ജീവിക്കുന്ന ആ സമയത്ത് തീവ്രമായ ദുഃഖത്തോടുകൂടി ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ കുമാര, അയ്യോ, എൻ്റെ പാപത്തിന്റെ ഫലം നീ കാണുക. ജാനകി ദേവി എവിടെയെങ്കിലും മരിച്ചുപോയോ, അതോ മനസ്താപത്തോടെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ? അതിനെക്കുറിച്ച് ഉറപ്പായ ഒരു വിവരം അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരാൾ എന്നോട് പ്രസന്നനായി അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വന്ന് പറയുകയാണെങ്കിൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവളെ നിർബന്ധമായും ഇവിടെ ബലമായി കൊണ്ടുവരും തീർച്ച. ജാനകി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ കള്ളനെ എൻ്റെ കോപത്താൽ ഞാൻ ഇല്ലാതാക്കും, വധിക്കും. അവൻ്റെ കുലവും വംശവും മുഴുവനായി ഞാൻ നശിപ്പിക്കും. അതിൽ യാതൊരു സംശയവുമില്ല, തീർച്ചയാണ്. എന്നെ കാണാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയെ, നിന്നെ ഞാൻ എന്ന് കാണും? ചന്ദ്രമുഖി, നീ എന്നെ പിരിഞ്ഞതു കാരണം ചന്ദ്രൻ പോലും എനിക്ക് സൂര്യനെ പോലെ അത്യുഷ്ണമുള്ളവനായി തോന്നിപ്പിക്കുന്നു. ഹേ ചന്ദ്ര, നിന്റെ കുളിർമയുള്ള കിരണങ്ങളാൽ എന്നെ ചെന്ന് അന്ന് പതിയെ തലോടി ബഹുമാനത്തോടെ എന്നെ സ്പർശിക്കുമായിരുന്നു. മകളുടെ ഭർത്താവാണല്ലോ ഞാൻ. കാരണം ജനകപുത്രി നിന്റെ വംശത്തിൽ പിറന്നവളാണല്ലോ. സുഗ്രീവനാകട്ടെ വളരെ ദയയില്ലാത്തവനായി മാറിയിരിക്കുന്നു.
ദുഃഖിതനായ എന്നെ അവൻ പൂർണ്ണമായും മറന്നുപോയല്ലോ. ശത്രുക്കളില്ലാത്ത രാജ്യം വേഗത്തിൽ ലഭിച്ച ആ സുഗ്രീവൻ മനോഹരമായ കണ്ണുകളുള്ള സ്ത്രീകളോടൊപ്പം രാവും പകലും മദ്യപാനത്തിൽ മനസ്സുറപ്പിച്ച കാമാന്തകനായി ജീവിക്കുന്നു. സുമിത്രാപുത്രനായ ലക്ഷ്മണ, അവൻ വ്യക്തമായും ഒരു കൃത്യജ്ഞൻ, അതായത് ഉപകാരം മറന്നവൻ തന്നെയാണ്. ശരത്കാലം വന്നു ചേർന്നു എന്നറിഞ്ഞിട്ടും പറഞ്ഞതുപോലെ ആ സുഹൃത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ കൂട്ടുകാരാ. സീത താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ചറിഞ്ഞ് അത് എവിടെയാണെന്ന് കണ്ടെത്തുവാനായി പൂർവ്വകാലത്ത് ഉപകാരം ചെയ്ത എന്നെ മറന്നതുകൊണ്ട് അവൻ കൃത്യജ്ഞന്മാരിൽ മുന്നിൽ നിൽക്കുന്നവനാണ്, സംശയമില്ല. ഇഷ്ടനായുള്ള ജനത്തെ മറക്കുന്നു, അതായത് തനിക്ക് പ്രിയപ്പെട്ടവരെയും ഉപകാരം ചെയ്തവരെയും മറക്കുന്നു. ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവൻ, ഓർക്കുക നീ. ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളാണ് സുഗ്രീവൻ, അത് നീ ഓർക്കുക. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ, അതുകൊണ്ട് കിഷ്കിന്ധയോടും അവൻ്റെ ബന്ധുക്കളോടും കൂടെ ആ വാനരശ്രേഷ്ഠനായ സുഗ്രീവനെ ഞാൻ വധിക്കും. ശ്രീരാമൻ തൻ്റെ ഭാര്യയായ സീതയെക്കുറിച്ചുള്ള വിരഹവേദന പങ്കുവെക്കുന്നതും സമയമായിട്ടും തന്നെ സഹായിക്കാൻ വരാതെ സുഗ്രീവനോട് കോപിക്കുന്നതുമാണ് ഈ കഴിഞ്ഞ വരിയിൽ ഞാൻ പറഞ്ഞു തന്നത്. അടുത്തത്, അഗ്രജമാർഗം ഗമിക്കേണ മുന്നിനി. തൻ്റെ ജ്യേഷ്ഠൻ, അതായത് ബാലി പോയ മരണത്തിൻ്റെ വഴിയിലൂടെ സുഗ്രീവനും ഇനി പോകേണ്ടതുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞപ്പോൾ അത്രത്തോളം കോപിഷ്ഠനായ ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു: വിധിക്കപ്പെടേണ്ടവനായ ആ സുഗ്രീവനെ ഇവിടെ നിന്ന് കൊന്ന് അങ്ങയുടെ അടുത്തേക്ക് ഞാൻ ഇന്ന് തന്നെ മടങ്ങി വരാം, എന്നെ വേഗത്തിൽ ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞ് ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ ലക്ഷ്മണൻ തന്നെ വില്ലും അമ്പും അടയാളവും വാളും കയ്യിലെടുത്ത് കോപത്തോടെ പുറപ്പെടാൻ ഒരുങ്ങുന്ന സഹോദരനായ ലക്ഷ്മണനെ കണ്ട് ശ്രീരാമൻ വീണ്ടും ഇപ്രകാരം പറഞ്ഞു: ഇനി ഒന്നുകൂടി ഞാൻ നിന്നോട് പറയുകയാണ്, സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല, അവൻ എൻ്റെ സുഹൃത്താണ്. പക്ഷേ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് മാത്രം വരിക. ബാലിയെ പോലെ നിനക്കും വേഗത്തിൽ യമപുരിയിലേക്ക് പോകാം, നീ അടുത്തു വരിക എന്ന് അവനോട് ചെന്ന് പറയുകയും അതിൽ അവൻ നൽകുന്ന മറുപടി കേട്ടുകൊണ്ട് നീ വേഗത്തിൽ തിരികെ വന്നാൽ അതിനനുയോജ്യമായ കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് പിന്നീട് ചെയ്യാം. അടുത്തത് ലക്ഷ്മണന്റെ പുറപ്പാടാണ്. അഗ്രജമാജ്ഞയായ സൗമിത്രി സത്വരം ജ്യേഷ്ഠന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ വേഗത്തിൽ സുഗ്രീവന്റെ രാജ്യത്തെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ തന്നെ കിഷ്കിന്ധ നഗരം മുഴുവൻ കരിഞ്ഞു ചാമ്പലാകുമെന്ന് വാനരവംശത്തിന് തോന്നുമാറായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവം. വിജ്ഞാന സ്വരൂപനും സർവജ്ഞനുമായ ദൈവം സാമാന്യജനം പറയുന്നത് പോലെ അജ്ഞാനിയായ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖവും സുഖവും എല്ലാം അനുഭവിച്ചു കഴിയുന്നത് ലോകത്തിലെ പാപങ്ങളെയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയാണ്. പണ്ട് ദശരഥ മഹാരാജാവ് ചെയ്ത തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു നൽകുന്നതിനും ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കുണ്ടായ സങ്കടങ്ങൾ പരിഹരിച്ച് അവരെ സംരക്ഷിക്കുന്നതിനുമായി മനുഷ്യരൂപം സ്വീകരിച്ച പരമശ്രേഷ്ഠനും ആനന്ദ സ്വരൂപനുമായ ജഗന്മനുമായ സാക്ഷാൽ പരമേശ്വരനാണ് ശ്രീരാമൻ. നാനാജനങ്ങളും മായയായി മോഹിച്ചു. വിവിധങ്ങളായ ജീവജാലങ്ങൾ മായയാൽ മോഹിതരായി അവരുടെ മനസ്സ് അജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് എങ്ങനെ മോക്ഷം നൽകുമെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ച് തീരുമാനിച്ചു. ലോകത്തിലെ എല്ലാ മായകളെയും നശിപ്പിക്കുന്ന ദിവ്യമായ കഥയെ ലോകത്തിൽ പ്രസിദ്ധമാക്കി രാമനായി മനുഷ്യലീലകൾ അവതരിച്ച് ആനന്ദം നൽകുന്ന രാമായണം എന്ന പേരിൽ ഈ നല്ല കഥ ഈ ലോകത്തിൽ എല്ലായിടത്തും പ്രസിദ്ധമാക്കുന്നതിനായി സാക്ഷാൽ ആനന്ദ സ്വരൂപനായ ഭഗവാൻ കോപം, മോഹം, കാമം, അനുരാഗം, ദുഃഖം തുടങ്ങിയ വികാരങ്ങളിൽ ലോകവ്യവഹാരം നടത്തുന്നതിനായി ആ സമയത്തിനും സ്ഥലത്തിനും അനുയോജ്യമായ രീതിയിൽ തൻ്റെ മനസ്സിൽ സ്വീകരിച്ച് പ്രകടിപ്പിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ സത്വം തുടങ്ങിയ ഗുണങ്ങളിൽ ലയിച്ച് യാതൊരു ഗുണങ്ങളുമില്ലാത്ത ഭഗവാൻ സാധാരണക്കാരനെ പോലെ തോന്നിക്കുന്നു. വിജ്ഞാന സ്വരൂപം സാക്ഷിയുമായ ആനന്ദമൂർത്തി, അറിവിന്റെ ശക്തി ഉള്ളവനും പ്രകടമല്ലാത്തവനും ഭയമില്ലാത്തവനുമായ ഭഗവാൻ കാമാദികളാൽ കളങ്കിതനാകാത്തവനും നാശമില്ലാത്തവനുമാണ്. ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നവനും അനന്തനും രോഗാദികളില്ലാത്തവനുമാണ്. സനകൻ തുടങ്ങിയ ദിവ്യമുനിമാർ സർവ്വവ്യാപിയായി ഈ ഭഗവാനെ കുറിച്ച് ശരിയായി അറിഞ്ഞവരാണ്. പരിശുദ്ധ മനസ്സുള്ള ഭക്തന്മാർക്ക് ശരിയായ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുന്നു. ഭക്തന്മാരുടെ മനസ്സിനനുസരിച്ച് ഭഗവാൻ സാന്നിധ്യം അറിയിക്കുന്നു. മോക്ഷം നൽകുന്നവനും മുനിശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്നവനുമായ ഭഗവാൻ
ലക്ഷ്മണൻ കിഷ്കിന്ധ എന്ന നഗരത്തിന് സമീപമെത്തി തൻ്റെ വില്ലിൻ്റെ അതായത് വില്ലിൻ്റെ കയർ വലിച്ച് ശബ്ദമുണ്ടാക്കി. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു. അതായത് അത് കണ്ട് വാനരന്മാർ അവനെ കണ്ടു പേടിച്ചു. ഭയം കാരണം പരവശരായ കിളി കിളി എന്ന് ശബ്ദമുണ്ടാക്കി മതിലിന് മുകളിലൂടെ പാഞ്ഞു ചെന്ന് കല്ലുകളും മരങ്ങളും പരിഭ്രമത്തോടെ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഭയന്ന് മൂത്രവും മലവും വിസർജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ചാടാൻ തുടങ്ങി. വാനരക്കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനായി മനസ്സിൽ ഉറപ്പിച്ച ലക്ഷ്മണൻ വില്ല് നന്നായി വളച്ച് വലിച്ച് അമ്പെയ്യുവാൻ തയ്യാറായി. കരടികളുടെ കൂട്ടവും വലിയ പരിഭ്രാന്തത്തിലായി. ലക്ഷ്മണൻ വന്നു ചേർന്ന് എന്നറിഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ അംഗദൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് വന്നു. വാനരന്മാരെ എല്ലാം അവിടുന്ന് ഓടിച്ചു കളഞ്ഞ് അംഗദൻ തനിയെ ചെന്ന് ലക്ഷ്മണനെ വണങ്ങി. സന്തോഷവാനായി അവനെ ആലിംഗനം ചെയ്തിട്ട് സന്തോഷത്തോടെ ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു, മകനെ, നീ പോവുക. പോയി നിന്റെ അമ്മാവനായ സുഗ്രീവനെ കണ്ടു പറയുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ വേഗത്തിൽ പിഴച്ചു പോകും. തന്നിഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന സുഹൃത്തിനെ വഞ്ചിക്കുന്നത് മൂലമുണ്ടാകുന്ന അനർത്ഥം താമസിയാതെ വന്നുചേരും. കോപിഷ്ഠനായ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത് സുഗ്രീവനെ നിമിഷ നേരം കൊണ്ട് വധിക്കുവാനാണ്. തൻ്റെ ജ്യേഷ്ഠൻ ബാലി പോയ മരണത്തിന്റെ വഴിയിലൂടെ പോകാൻ സുഗ്രീവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഉടനെ സംഭവിക്കും എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നീ ചെന്ന് അവനോട് പറയുക. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് ബാലിയുടെ മകനായ അംഗദനും മനസ്സിൽ വലിയ ഭയത്തോടെ ചെന്ന് സുഗ്രീവനെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. അത്യന്തം കോപത്തോടെ ലക്ഷ്മണൻ വന്ന് നിൽക്കുന്നു. കിഷ്കിന്ധയുടെ കോട്ടവാതിലിന് പുറഭാഗത്തായി. ഇനി കാമാസക്തിയൊക്കെ മാറ്റിവെച്ച് ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ചാലും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉറപ്പായും വലിയ ആപത്തുണ്ടാകും. ഭയന്നുപോയ സുഗ്രീവൻ മന്ത്രിശ്രേഷ്ഠനായ ഹനുമാനോട് ചിന്തിച്ച പരിഭ്രാന്തിയോടെ ഇപ്രകാരം പറഞ്ഞു. നീ ചെന്ന് ലക്ഷ്മണനെ വന്ദിക്കുകയും സമാധാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യുക. സുമിത്രാപുത്രനായ ലക്ഷ്മണനെ ശാന്തനാക്കിയിട്ട് ഹനുമാനെ പുറത്തേക്ക് അയച്ചിട്ട് സൂര്യപുത്രനായ സുഗ്രീവൻ താരയോട് ഇപ്രകാരം പറഞ്ഞു. ചന്ദ്രമുഖി, നീ വേഗത്തിൽ പോയാലും. ഹേ താരേ, സുന്ദരി, ലക്ഷ്മണന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ കോപത്തെ ശമിപ്പിക്കുക ബുദ്ധിപൂർവമായ സാന്ത്വന വാക്കുകളാൽ. എന്നിട്ട് നീ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരിക, വേഗത്തിൽ തന്നെ. നിന്റെ സ്ത്രീ സഹജമായ ശൈലി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കോപം മാറ്റണം. ഇപ്രകാരം സൂര്യപുത്രനായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട താര കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തായി ലക്ഷ്മണൻ വരുന്ന വഴിയിൽ ചെന്ന് നിലയുറപ്പിച്ചു. താരയുടെ മകനായ അംഗദനും ഹനുമാനും കൂടി ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണനെ വണങ്ങി പരസ്പരം ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം ലക്ഷ്മണനോടും ആജ്ഞാപുത്രനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് അവിടുന്ന് പുറത്തു തന്നെ നിൽക്കുന്നത്? അന്തഃപുരത്തിലേക്ക് ദയവായി എഴുന്നള്ളിയാലും. രാജസ്ത്രീകളെയും നഗരത്തെയും രാജാവായ സുഗ്രീവനെയും കരുണയോടെ കണ്ട് സംസാരിച്ചതിന് ശേഷം അങ്ങയുടെ നാഥനായ ശ്രീരാമനെ ചെന്ന് കണ്ട് വണങ്ങിയാൽ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കും. ഇപ്രകാരം പറഞ്ഞ് ലക്ഷ്മണന്റെ കൈപിടിച്ച് വേഗത്തിൽ ലക്ഷ്മണനോടൊപ്പം ഹനുമാൻ പതുക്കെ നടന്നു. വാനര സൈനാധിപന്മാർ വസിക്കുന്ന രത്നങ്ങൾ പതിച്ച കൊട്ടാരങ്ങളും കിഷ്കിന്ധാപുരിയുടെ ശോഭയും കണ്ടുകൊണ്ട് മനസ്സിൽ സന്തോഷത്തോടെ അവർ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തെത്തി. അവിടെ ബഹുമാനത്തോടെ നിൽക്കുമ്പോൾ ഒരാളെ കാണാനിടയായി. പൂർണ്ണചന്ദ്രന് തുല്യമായ മുഖമുള്ള അഭിവന്ധ്യയായ ലോകമനസ്സിനെ മയക്കുന്ന സുന്ദരിയായ താര മഹാലക്ഷ്മിയെ പോലെ ശോഭയോടെ നിൽക്കുന്നു. താര ലക്ഷ്മണനെ വിനയത്തോടെ വണങ്ങി പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു. അയ്യോ, അങ്ങയുടെ സ്വന്തം വീടാണിതെന്ന കാര്യം അങ്ങ് മറന്നുപോയോ? അങ്ങയോട് അത്രയധികം ഭക്തിയുള്ളവനും ഉത്തമനും അങ്ങയുടെ ദാസനുമായ സുഗ്രീവനോട് ഇത്തരത്തിൽ കോപമുണ്ടായതിനാൽ അവന് വേറെ എന്ത് ഗതിയാണുള്ളത്? ചഞ്ചല സ്വഭാവമുള്ള ഈ വാനര വംശത്തിന് അത് ഓർത്തു വെക്കുവാനുള്ള കഴിവില്ലല്ലോ. ഈ വാനരവീരനായ സുഗ്രീവൻ വളരെ കാലമായി വളരെ ദീനനായി ദുഃഖം അനുഭവിക്കുകയായിരുന്നു. ഈ സമയത്ത് അങ്ങയുടെ കാരുണ്യത്താൽ സംരക്ഷിക്കപ്പെട്ട് രക്ഷ സംജാതമായപ്പോൾ ആ സുഖത്തിൽ മുഴുങ്ങിയവൻ കഴിയുന്നതിന് അങ്ങ് തെറ്റായി വിചാരിക്കരുത്. അങ്ങ് കാരുണ്യനിധിയും ഭക്തരെ സംരക്ഷിക്കുന്നവനുമാണല്ലോ. വിവിധ ദിശകളിൽ കഴിയുന്ന വാനരന്മാരെ ഇങ്ങോട്ട് വരുത്തുന്നതിനായി ഇവൻ 10,000 ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. 10 ദിക്കുകളിൽ നിന്നും വാനര ശ്രേഷ്ഠന്മാർ ഇവിടെ വന്ന് നിറയുന്നത് അങ്ങേക്ക് ഇപ്പോൾ തന്നെ കാണാം. അതിൽ ഇനി യാതൊരു കാലതാമസവും ഉണ്ടാവില്ല, തീർച്ച. രാക്ഷസ വംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനായി ഈ വരുന്ന വാനര ശ്രേഷ്ഠന്മാരെല്ലാം അത്യന്തം ശക്തന്മാരാണ്.
മക്കൾ, ഭാര്യ, സുഹൃത്തുക്കൾ, ആത്മാവ് എന്നിവയോടെല്ലാം ചേർന്ന് അങ്ങയുടെ ദാസനായ സുഗ്രീവനെയും കണ്ടു വന്ദിച്ച് ശ്രീരാമദേവന്റെ പാദപദ്മങ്ങളെ വണങ്ങി ശ്രീരാമന്റെ കാര്യങ്ങളൊക്കെയും വൈകാതെ തന്നെ സാധിച്ചു തരാവുന്നതേയുള്ളൂ. താരയുടെ ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ വൈകാതെ തന്നെ ഉള്ളിലേക്ക് ചെന്ന് സുഗ്രീവനെയും കണ്ടു. ലജ്ഞയോടെ ഭയത്തോടെയും കൂടെ സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ലക്ഷ്മണനെ വന്ദിച്ചു. കാമത്തിലും മദ്യത്തിലും മുഴുകി വിഹ്വലനായി ജീവിക്കുന്ന വാനര ശ്രേഷ്ഠനായ സുഗ്രീവനെ കണ്ട് അത്യന്തം കോപത്തോടെ ലക്ഷ്മണൻ സൂര്യപുത്രനായ സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു: നീ മാത്രമേ ഉള്ളൂ നല്ലവരെ ഇത്തരത്തിൽ മറക്കുന്നവനായിട്ട്. ഇന്ദ്രപുത്രനായ ബാലിയെ വധിച്ച് പൂജ്യനായ ശ്രീരാമന്റെ അമ്പ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീരാമന്റെ കയ്യിലുണ്ടെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ ജ്യേഷ്ഠൻ ബാലി പോയ മരണത്തിന് വഴിയിലൂടെ നീയും പോകുമെന്ന് സംശയമില്ല എന്നെന്റെ നാഥനായ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് അതിൽ മറുപടിയായി വായുപുത്രനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: അവിടുന്ന് ഇപ്രകാരം ആജ്ഞാപിച്ചതിന് എന്താണ് കാരണം? പുരുഷോത്തമനായ ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ഈ വാനര ശ്രേഷ്ഠന്മാരായ സുഗ്രീവൻ. ഓർത്തു നോക്കിയാൽ ലക്ഷ്മണനേക്കാൾ പ്രിയപ്പെട്ടവൻ. വാനര രാജാവായ സുഗ്രീവൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. ശ്രീരാമന്റെ കാര്യങ്ങൾ നിറവേറ്റാനായി അവൻ എപ്പോഴും ജാഗരൂകനാണ്. ഇതിൽ യാതൊരു കാലതാമസവും വരുത്താതെ ഈ വാനര ശ്രേഷ്ഠൻ രാമകാര്യം ഒട്ടും തന്നെ മറന്നുപോയിട്ടുമില്ല. അതിഭൂഷണമായ ആ കാഴ്ച അങ്ങ് കണ്ടില്ലേ? വിവിധ ദിശകളിൽ നിന്നും വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേർന്ന വാനര വീരന്മാരെ അങ്ങ് കണ്ടില്ലേ? ശ്രീരാമന്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും സാധിപ്പിച്ചു തരുന്നതിനാണ് മറ്റൊരു ചിന്തയുമില്ലാതെ വാനര നേതാവ് നിലകൊള്ളുന്നത്. ഹനുമാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ മനസ്സിൽ അല്പം ലജ്ജ തോന്നി. ഭാവം മാറി നിൽക്കുന്ന സമയത്ത് സുഗ്രീവൻ അർഘ്യവും പാദ്യവും നൽകി ബഹുമാനത്തോടെ പൂജിച്ചു. ലക്ഷ്മണന്റെ മുന്നിൽ വണങ്ങി നിന്ന് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ശ്രീരാമന്റെ ദാസനാണ് ശ്രീരാമന്റെ. ചെറിയൊരു കാരുണ്യഗതിയാൽ രക്ഷപ്പെട്ടവനാണ് ഞാൻ. 3 ലോകങ്ങളെയും അരനിമിഷം കൊണ്ട് ശ്രീരാമൻ തന്റെ സ്വന്തം ശക്തിയാൽ തന്നെ ജയിച്ചടക്കുമല്ലോ. സേവനമെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് ഒരു സഹായം മാത്രമാണ്. ഞങ്ങളെല്ലാവരും അവിടുന്ന് നൽകിയ ആജ്ഞകളെ ശിരസാ വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സൂര്യപുത്രനായ സുഗ്രീവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ലക്ഷ്മണനും മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു: കോപം കാരണം ഞാൻ ചില കഠിന വാക്കുകൾ പറഞ്ഞതൊക്കെയും നീ ക്ഷമിച്ചാലും നീ വലിയ ഭാഗ്യവാനാണല്ലോ. നിന്നോട് എനിക്ക് അത്യധികം സ്നേഹമുള്ളത് കൊണ്ട് ആ വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സഹോദര. ഇനി വൈകാതെ തന്നെ നമുക്ക് വനത്തിലേക്ക് പോകാം. സാക്ഷാൽ ശ്രീരാമൻ അവിടെയാണല്ലോ വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറപ്പെടാം. ഇനി വൈകിക്കരുത് എന്ന് സുഗ്രീവനും പറഞ്ഞു. അതിനുശേഷം ലക്ഷ്മണനോടൊപ്പം രഥത്തിൽ കയറി മുരശ്, മൃദംഗം, ശംഖ് തുടങ്ങിയ വാദ്യഘോഷങ്ങളുടെ ശബ്ദത്തോടും ആഞ്ജനാപുത്രനായ ഹനുമാൻ, നീലൻ, അങ്കദൻ തുടങ്ങിയ എല്ലാ മനോഹരമായ വാനരപ്പടിയോടും കൂടെ ചാമരവും വെൺകൊറ്റക്കൊടിയും വിശറിയും ഏന്തി ദേവസേനയുടെ അധിപനായ സുബ്രഹ്മണ്യനെ പോലെ ശ്രീരാമദേവനെ ചെന്ന് കാണുന്നതിനായി വലിയ സന്തോഷത്തോടെയും ആ വാനര രാജാവ് മുന്നോട്ട് നടന്നു. ഗുഹാവാതിലിലെ ഒരു കാൽത്തറയിലിരിക്കുന്ന വിരഹവേദന പേറുന്ന മനസ്സുള്ളവനും മരവുരിയും മാൻതോലും ധരിച്ചവനും ശ്യാമവർണ്ണനും ജടാമകുടത്തിൽ ശോഭിക്കുന്നവനും മനുഷ്യരൂപത്തിലുള്ളവനും വിശാലവും ചഞ്ചലനുമായ കണ്ണുകളുള്ള രാമനെ ശാന്തനും മനോഹരമായ മന്ദഹാസം അണിഞ്ഞ് താമരപ്പൂ പോലുള്ള മുഖത്തോടു കൂടിയവനും പത്നിയുടെ വിരഹത്താൽ തപിക്കുന്നവനും സുന്ദരനും മൃഗങ്ങളായും പക്ഷികളെയും ചുറ്റപ്പെട്ട് സേവിക്കപ്പെടുന്നവനുമായ ശാന്തസ്വരൂപനായ ശ്രീരാമനെ വാനര രാജാവായ സുഗ്രീവൻ ദൂരെ നിന്ന് തന്നെ സന്തോഷത്തോടെ കണ്ടു. അപ്പോൾ തന്നെ രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി വീരനായ ലക്ഷ്മണനോടൊപ്പം ശ്രീരാമന്റെ തൃപ്പാദങ്ങൾ മുൻപിൽ വീണ് പൂർണ്ണമായും ഭക്തിയോടെ വണങ്ങി നമസ്കരിച്ചു. ശ്രീരാമദേവനാകട്ടെ ആ വാനരവീരനായ സുഗ്രീവനെ വലിയൊരു കാരുണ്യത്തോടെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അങ്ങയ്ക്ക് സുഖം തന്നെയല്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ട് വലിയ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കൂടെ അടുത്തിരുത്തി ആദിത്യ മര്യാദയോടും പൂജകളും സ്വീകരണം നൽകിയപ്പോൾ സൂര്യപുത്രനായ സുഗ്രീവൻ വളരെ സന്തോഷവാനായി മാറി. അടുത്തത് സീതാന്വേഷണ ഉദ്യോഗമാണ്. അതായത് സീതയെ അന്വേഷിക്കുന്നതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ സുഗ്രീവനും സംസാരിക്കുന്നത്. ഭക്തിയാൽ പരവശനായ സുഗ്രീവൻ ഭക്തപ്രിയനായ ശ്രീരാമനോട് ഇപ്രകാരം ഉണർത്തിച്ചു: വന്നു നിൽക്കുന്ന കപികുലത്തെ കണി, അതായത് ഇവിടെ വന്നു നിൽക്കുന്ന ഈ വാനര സമൂഹത്തെ അങ്ങ്
തൃക്കൺ പാർത്ത് കരുണയോടെ നോക്കി അനുഗ്രഹിച്ചാലും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സേവ ചെയ്യാൻ അനുയോജ്യരായ ഈ വാനരവീരന്മാരെ എല്ലാവരെയും കണ്ടാലും. വിവിധ കുലപർവ്വതങ്ങളിൽ ജനിച്ചവരാണ് ഇവർ. നദികളിലും ദ്വീപുകളിലും പർവ്വതങ്ങളിലുമാണ് വസിക്കുന്നവര്. എല്ലാവരും പർവ്വതത്തോളം പോന്ന ശരീരപരമുള്ളവരുമാണ്. ഹേ രാജാവേ, ഇവർ ആഗ്രഹിക്കുന്ന രൂപം സ്വീകരിക്കാൻ കഴിവുള്ളവരുമാണ്. ഗർവു നിറഞ്ഞ രാക്ഷസന്മാരുടെ ദുഷ്ടശക്തിയെല്ലാം അടങ്ങിക്ക് നശിപ്പിക്കുവാൻ പോകുന്നവരാണ് ഇവർ. ദേവന്മാരുടെ അംശത്തിൽ ജനിച്ചവരായതുകൊണ്ട് ദേവശത്രുക്കളായ രാക്ഷസന്മാരെ ഇവർ ഇനി വേരോടെ നശിപ്പിക്കും. ചിലർക്ക് ആനകളുടെ ബലത്തേക്കാൾ വലിയ ശക്തിയുണ്ട്, ചിലർക്ക് 10 ആനകളുടെ ശക്തിയുണ്ട്. ചിലരാകട്ടെ അളവറ്റ പരാക്രമത്തോടു കൂടിയവരാണ്. മറ്റു ചിലർ ദിഗ്ഗജങ്ങൾക്ക് തുല്യവരാണ്, അങ്ങ് അറിഞ്ഞാലും. ചിലരുടെ ശരീരം ഇന്ദ്രനീല കല്ലിൽ നിറത്തോടു കൂടിയതും, ചിലർ സ്വർണത്തിന് തുല്യമായ ശോഭയുള്ള ശരീരമുള്ളവരും, ചിലർ ചുവന്ന കണ്ണുകളോട് കൂടിയവരും, മറ്റു ചിലരാവട്ടെ നീളമുള്ള വാലുകളോട് കൂടിയവരുമാണ്. ശുദ്ധമായ സ്ഫടികത്തിന് തുല്യം തിളങ്ങുന്ന ശരീരമുള്ളവരാണ്. യുദ്ധത്തിലുള്ള വൈരക്ത്യം ഇവർക്കുള്ളതുപോലെ മറ്റാർക്കുമില്ല. അങ്ങയുടെ പാദപത്മങ്ങളിൽ മനസ്സുറപ്പിച്ചവരായ എണ്ണമറ്റ വാനരസേന ഇവിടെയുണ്ട്. കിഴങ്ങുകളും പഴങ്ങളും ഇലകളും മാത്രം ആഹാരമാക്കുന്ന ശീലഗുണമുള്ള വാനരന്മാരിൽ, അതായത് നല്ല സ്വഭാവ ഗുണമുള്ള ഈ വാനരന്മാർ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കുന്നവരാണെന്നതിൽ സംശയമില്ല. ദേവദേവേശ രഘുകുല പൊങ്കവ, അതായത് ഹേ ദേവാദിദേവ രഘുകുല ശ്രേഷ്ഠ, കരടികളുടെ കുലത്തിന് അധിപനായ ജാംബവാൻ. ബ്രഹ്മാവിന്റെ പുത്രനാണല്ലോ ഇവൻ ജാംബവാൻ. കോടിക്കണക്കിന് കരടികളുടെ കൂട്ടത്തിൽ അധിപനും വലിയ ബുദ്ധിമാനുമായ ഹനുമാൻ ഇവനാണ്. നമ്മുടെ മന്ത്രിശ്രേഷ്ഠനും മഹാസത്യവാനും പരാക്രമിയുമായവൻ. വായുപുത്രൻ ഈശ്വരാംശത്തിൽ ജനിച്ചവനുമാണ് ഹനുമാൻ. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, നീളമുള്ള വാലോടുകൂടിയ വാനരശ്രേഷ്ഠനായ മൈന്ദൻ, വിവിധൻ എന്നിവരും ഹനുമാന്റെ പിതാവായ മഹാബലവാനായ കേസരി, വീരനായ പ്രമാദി, ശരഭൻ, സുഷേൻ എന്നിവരും ശൂരനായ സ്വയംഭൂ, ദതിമുഖൻ, ദുർമുഖൻ, ശോഭനൻ, വലിമുഖൻ, ഗന്ധമാദനൻ, താരൻ, വൃഷഭൻ, നളൻ, വിന്മദൻ, എൻ്റെ താരയുടെ മകനായ അങ്കദൻ എന്നിങ്ങനെ പേരുകേട്ട വാനരവംശത്തിലെ രാജാക്കന്മാർ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര അധികം ഇവിടെയുണ്ട്. അവിടത്തേക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ഇവരോട് ആജ്ഞാപിച്ചാലും അവിടുന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവർ എല്ലാം സാധിച്ചു തരും. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ സുഗ്രീവനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രു നേത്രാം, അതായത് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണീരോടുകൂടി മനോഹരമായ കണ്ണുകളോടെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ബഹുമാനത്തോടെയും ഇപ്രകാരം പറഞ്ഞു. മൽ കാര്യ ഗൗരവം നീയല്ല നിർണയ, എന്റെ കാര്യത്തിന്റെ ഗൗരവം നീ പൂർണ്ണമായും മനസ്സിൽ വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യും. സീതയെ അന്വേഷിക്കുന്നതിനായി നീ ആജ്ഞാപിച്ചയക്കും. വാനരവീരരെ നാനാദിശ സഖേ, വിവിധ ദിശകളിലേക്ക് വാനരവീരന്മാരെ എൻ്റെ കൂട്ടുകാരെ. ശ്രീരാമന്റെ അമൃതോപമായ വാക്കുകൾ കേട്ട് വാനര രാജാവായ സുഗ്രീവൻ 4 ദിശകളിലേക്കും വാനരന്മാരെ അയച്ചു. 100,000, അതായത് 1,00,000 വാനരവീരന്മാർ പോകണം, ഓരോ ദിശയിലേക്കും ഓരോ സൈന്യാധിപന്മാരുമോടുമൊപ്പം. എന്നിരുന്നാലും പ്രത്യേകമായി തെക്കു ദിശയിലേക്ക് ഏറ്റവും സമർത്ഥമായ പലരും പോയി തിരച്ചിൽ നടത്തണം. അങ്കദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധൻ എന്നിവരും ഉന്നതനായ നളൻ, ശരഭൻ, സുഷേൻ എന്നിവരും വായുപുത്രനായ ശ്രീ ഹനുമാനുമായി പുറപ്പെട്ടു ചെന്ന് തടസ്സങ്ങളൊക്കെ മാറി ഉടൻ തന്നെ സീതയെ കണ്ടെത്തി തിരികെ വരണം. അത്ഭുതകരമായ രൂപത്തോടു കൂടിയ സീതയെ അവിടെയൊക്കെ നന്നായി തിരഞ്ഞ് 30 ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് മടങ്ങിയെത്തണം. താമരയിതൾ പോലെ കണ്ണുകളുള്ള സീതയെ കാണാതെ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുന്നവർ മരണശിക്ഷ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും എന്നത് എൻ്റെ ഉറച്ച ആജ്ഞയാണ്, തീർച്ച. 4 സംഘങ്ങളോടും ഇപ്രകാരം നിർദ്ദേശിച്ച് നേരത്തെ തന്നെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് അയച്ചു. ശ്രീരാമനെ വണങ്ങി അടുത്തു ചെന്ന് ഭക്തശ്രേഷ്ഠനായ ഹനുമാനും അവിടെ ഇരുന്നു. ഇപ്രകാരം വാനരന്മാർ പുറപ്പെട്ട സമയത്ത് ഭക്തിയോടെ വായുപുത്രനായ ഹനുമാനും വണങ്ങി. അപ്പോൾ തന്നെ അവനെ വേറെ വിളിച്ച് ബഹുമാനത്തോടെ അത്ഭുതകരമായ പരാക്രമമുള്ള ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു. അവളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവുന്നതിനായി നീ സീതയുടെ കയ്യിൽ ഇത് കൊടുക്കണം. സുഹൃത്തെ, രാമനാമം പതിച്ച ഈ മുദ്രമോതിരം
ആ സുന്ദരിയുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ മാറുന്നതിനായി എൻ്റെ കാര്യം സാധിക്കുന്നതിൽ പ്രാധാന്യം നീ തന്നെയാണ്. നീയല്ലാതെ മറ്റാരുമില്ലെന്ന് തീർച്ച. പിന്നീട് ചില രഹസ്യ അടയാള വാക്കുകളും പറഞ്ഞുകൊടുത്ത് രാജാവായ ശ്രീരാമൻ ഹനുമാനോട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞയച്ചു. മഹാലക്ഷ്മിയെ സീതയെ ആകുന്ന താമരയിതൾ പോലെ കണ്ണുകളുള്ളവളെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസ രാജാവായ രാവണൻ വസിക്കുന്ന തെക്ക് ദിശ ലക്ഷ്യമാക്കി വാനരക്കൂട്ടം പുറപ്പെട്ടു. ലക്ഷക്കണക്കിന് വാനരന്മാരും ഇന്ദ്രപുത്രനായ ബാലിയുടെ മകൻ അംഗദനും ബ്രഹ്മാവിന്റെ പുത്രനായ ജാമ്പവാനും നീലനും സൂര്യന്റെ ശിഷ്യനായ ഹനുമാനും മറ്റുള്ള വാനര സൈന്യാധിപന്മാരും ചേർന്ന വേഗത്തിൽ പലവിധ പർവ്വതങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ദേശങ്ങളിലും വനങ്ങളിലും രാജ്യങ്ങളിലും കൊട്ടാരങ്ങളിലും അവിടെയൊക്കെ നന്നായി തിരഞ്ഞു. വേദത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഹനുമാൻ തുടങ്ങിയ വാനരന്മാരെല്ലാവരും വിന്ധ്യപർവ്വതത്തോടുകൂടി വനത്തിൽ പ്രവേശിച്ച് തിരയുമ്പോൾ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ക്രൂരനായ ഒരു രാക്ഷസനെ കണ്ട് വാനരന്മാർ വേഗത്തിൽ അടുത്തു ചെന്നു. അത് രാവണനാണെന്ന് തെറ്റിദ്ധരിച്ച് വാനര ശ്രേഷ്ഠന്മാരെല്ലാം കഠിനമായി കൂർത്ത മുഷ്ടി ചുരുട്ടിയുള്ള അടി കൊടുത്ത് ആ ദുഷ്ടനായ രാക്ഷസനെ പെട്ടെന്ന് കൊലപ്പെടുത്തി. ഇവൻ രാവണനല്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് അവർ വീണ്ടും വേഗത്തിൽ മുന്നോട്ട് പോയി. അടുത്തത് സ്വയം പ്രഭാഗതി എന്ന തലക്കെട്ടാണ്. അവർ ഇരുട്ടു നിറഞ്ഞ വനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിച്ചു. അതിനിടയിൽ അവർക്ക് ദാഹം വളരെ വർദ്ധിച്ചു. തൊണ്ടയും ചുണ്ടുകളും നാവും അണ്ണാക്കും വരണ്ട അവസ്ഥയിൽ വാനരവീരന്മാർ തളർന്നു വരണ്ട് ഉണങ്ങിയ നാവോടെ നടന്നു നീങ്ങുന്ന സമയത്ത് ഭാഗ്യവശാൽ അവിടെ ഒരു ഗുഹാദ്വാരം അവർ കാണാനിടയായി. വള്ളികളും പുല്ലുകളും മൂടപ്പെട്ടതും അത്യന്തം അഗാധവുമായ ഗുഹയ്ക്കുള്ളിൽ വെള്ളമുണ്ടോ എന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ ഈറനണിഞ്ഞ ചിറകുകളോടെ ക്രൗഞ്ചം, ഹംസം തുടങ്ങിയ പക്ഷികൾ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും മുകളിലേക്ക് പറന്നുയർന്നു. ആ പക്ഷികളുടെ ചിറകുകളിൽ നിന്നും വെള്ളത്തുള്ളികൾ തന്നെ ഇറ്റു വീണു. അത് കണ്ടപ്പോൾ വാനരന്മാർ ഇപ്രകാരം ഉറപ്പിച്ചു: തീർച്ചയായും അതിനുള്ളിൽ നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ് ആ സമയം ഹനുമാൻ ആദ്യം ഗുഹയിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെയും അദ്ദേഹത്തിന് പിന്നാലെ താഴേക്ക് ഇറങ്ങി നടന്നു. അപ്പോൾ അവിടെ കറുത്ത ഇരുട്ടായതുകൊണ്ട് കണ്ണുകളൊന്നും കാണാതെ പരസ്പരം കൈകൾ കോർത്തു പിടിച്ച ഭയത്തോടും ആകുലതയോടും വിഷമത്തോടും കൂടി അവർ നടന്നു നീങ്ങി. അവർ വളരെ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കാണാനിടയായി തങ്ങളുടെ മുന്നിൽ അത്യന്തം വിശിഷ്ടവും പുണ്യപൂർണവുമായ ഒരു സ്ഥലം. സ്വർണമയവും കാണുന്നവരുടെ മനസ്സിൽ മയക്കുന്നതും കണ്ണുകൾക്ക് അത്യധികം ആനന്ദം നൽകുന്നതുമായ ഒരു ലോകം. രത്നങ്ങൾ പതിച്ചു തെളിഞ്ഞ വെള്ളമുള്ള തടാകങ്ങളും തെളിനീർ നിറഞ്ഞതും വളരെ മനോഹരമായ സരോവരങ്ങളും പഴുത്ത ഫലങ്ങൾ കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന ദേവലോകത്തെ കൽപ്പവൃക്ഷങ്ങൾക്ക് തുല്യമായ മരങ്ങളും അമൃതിന് തുല്യമായ തേൻ പാത്രങ്ങളും കുടിക്കുവാനും കഴിക്കുവാനുമുള്ള നല്ല ഭക്ഷണ സാധനങ്ങളും വിവിധ തരത്തിലുള്ള വസ്തുക്കളും അവിടെയുണ്ട്. അതുപോലെ വിലയേറിയ വസ്ത്രങ്ങളും രത്നങ്ങളും കൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ട നിലയിലായിരുന്നു അവ. മനസ്സിനെ മോഹിപ്പിക്കുന്ന അതിമനോഹരമായ ദിവ്യസ്ഥലം മനുഷ്യരാരും തന്നെ ഇല്ലാത്തതും ദേവലോകത്തിന് തുല്യവുമായി ഒന്നായിരുന്നു. അവിടെ രത്നങ്ങളും സ്വർണവും പതിച്ചതും വിചിത്രമായ ആകൃതിയോട് കൂടിയതുമായ ഒരു ഗൃഹത്തിൽ ഒരാളെ, അതായത് ഒരു സ്ത്രീയെ കണ്ടു. യോഗമാർഗം സ്വീകരിച്ച് ജടാഭാരവും മരവുരിയും ധരിച്ച് നിശ്ചലമായ ധ്യാനത്തിൽ അമർന്നിരിക്കുന്ന ഒരു യോഗിനിയെ, അഗ്നിജ്വാലയ്ക്ക് തുല്യമായ തേജസ്സോടെ നിൽക്കുന്ന പരിശുദ്ധയായ മഹായോഗിനിയെ, സ്വയം പ്രഭയെ വാനരന്മാർ കണ്ടു. ആ നിമിഷത്തിൽ സന്തോഷം നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടെയും ഭയത്തോടെയും കൂടെ അവർ അവരെ വന്ദിച്ചു. വാനരന്മാരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആ യോഗിനി അവരോട് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇവിടെ എത്തിച്ചേരുവാനുള്ള കാരണവും വ്യക്തമാക്കണം. ഈ വഴി എങ്ങനെ അറിഞ്ഞു, ഇവിടെ വരെ എത്തി എന്നതും ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നതും എന്നോട് പറഞ്ഞാലും. ഇതെല്ലാം കേട്ട് വായുപുത്രനായ ഹനുമാൻ അവരെ നന്നായി വണങ്ങി വളരെ വിനയത്തോടെ ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഞങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ കേട്ടാലും ഞാൻ ഒരിക്കലും സത്യമല്ലാതെ പറയത്തില്ല. ഉത്തരകോസല രാജ്യത്തിന്റെ തിലകമായി നിലകൊള്ളുന്ന അയോധ്യ എന്ന പേരിൽ അത്യന്തം ശ്രേഷ്ഠമായ ഒരു നഗരമുണ്ട്. അവിടെ ദശരഥൻ എന്ന പേരുള്ള ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാർ ജനിക്കുകയുണ്ടായി. ആ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ രാമൻ മഹാവിഷ്ണുവിന് തുല്യനാണ്. ആ ജ്യേഷ്ഠൻ സാക്ഷാൽ ശ്രീരാമനാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും
പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് വനവാസത്തിനായി അവർ തന്റെ സഹോദരനായ ലക്ഷ്മണനോടും ജനകപുത്രിയായ സീതയോടും പത്നിയോടുമൊപ്പം കാട്ടിൽ സന്തോഷത്തോടെ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം ദുഷ്ടനായ ദശരഥഗ്രീവൻ, അതായത് രാവണൻ എന്ന രാക്ഷസൻ, ശ്രീരാമന്റെ പത്നിയെ വേഗത്തിൽ തട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മണനാകു അനുജനും, അതായത് ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും ആ സുന്ദരിയായ സീതയെ തിരഞ്ഞു നടക്കുന്നതിൽ സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടുമുട്ടുകയും അവർ പരസ്പരം സഖ്യം, അതായത് സുഹൃത് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ ശ്രീരാമൻ വധിച്ച് സുഗ്രീവന് കിഷ്കിന്ധ രാജ്യം നൽകി അനുഗ്രഹിച്ചു. ശ്രീരാമൻ ചെയ്ത ആ ഉപകാരത്തിന് മറുപടിയായി സീതയെ നന്നായി തിരഞ്ഞു കണ്ടെത്തി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വാനരന്മാരുടെ നേതാവായ സുഗ്രീവൻ എല്ലാ ദിശകളിലേക്കും വാനരന്മാരെ അയച്ചു. തെക്കു ദിശയ്ക്ക് അന്വേഷിക്കുവാനായി 1,00,000 വാനര ശ്രേഷ്ഠന്മാരെ ഞങ്ങളും ഉണ്ട്. ദാഹം സഹിക്കാൻ കഴിയാതെ വെള്ളം ആഗ്രഹിച്ച് തളർച്ച മൂലം അറിയാതെ ഞങ്ങൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവാനുകൂല്യം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ദേവിയെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ്. അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്ക് ഒട്ടും അറിയുകയുമില്ല. ഹേ മംഗളരൂപിണി, അത് ഞങ്ങളോട് സത്യമായി പറഞ്ഞാലും. ആ യോഗിനി ഹനുമാൻ പറഞ്ഞ കേട്ട് അവരോട് പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇവിടെയുള്ള നല്ല പഴുത്ത പഴങ്ങളും കിഴങ്ങുകളും ധാരാളം ഭക്ഷിച്ച് തേൻ കുടിച്ച് വയറ് നിറച്ച് സന്തോഷമുള്ളവരായി മനസ്സ് തെളിഞ്ഞു തിരികെ വരിക. എന്നാൽ എൻ്റെ വിശേഷങ്ങളും ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരാം. അത് കേട്ട മാത്രയിൽ അവർ കിഴങ്ങുകളും പഴങ്ങളും നന്നായി കഴിച്ച് തേൻ കുടിച്ച് മനസ്സ് തെളിഞ്ഞ് ആ ദേവിയുടെ അടുക്കൽ ചെന്ന് കൈകൂപ്പി വണങ്ങി നിന്നതിനു ശേഷം മനോഹരമായ പുഞ്ചിരിയോടെ ആ യോഗിനി ഹനുമാനോട് പറഞ്ഞു തുടങ്ങി: ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന രൂപത്തോടു കൂടിയ വിശ്വകർമാവിന്റെ മകളായ സുന്ദരിയായ ഹേമ എന്ന സ്ത്രീ തന്റെ മനോഹരമായ നൃത്തം കൊണ്ട് സന്തോഷിപ്പിച്ചു. സാക്ഷാൽ പരമശിവനെ തന്നെ. അതു കാരണം ഈ ദിവ്യ നഗരം ഭഗവാൻ ശിവൻ അവൾക്ക് സമ്മാനമായി നൽകി. 10,000-കണക്കിന് ദിവ്യവർഷങ്ങൾ സന്തോഷത്തോടെ പണ്ട് അവൾ ഇവിടെ വസിച്ചിരുന്നു. അവളുടെ തോഴിയായ സ്വയംപ്രഭ എന്നാണ് എൻ്റെ പേര്. എപ്പോഴും മോക്ഷം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗന്ധർവപുത്രിയും എപ്പോഴും വിഷ്ണു ഭക്തിയിൽ മുഴുകിയിരിക്കുന്നവളുമാണ് ഞാൻ. പിന്നീട് ഹേമ ബ്രഹ്മലോകത്തേക്ക് പോവുകയും പരിശുദ്ധിയായി അവൾ പോകുന്നതിന് മുൻപ് എന്നോട് ഇപ്രകാരം പറയുകയുമുണ്ടായി: നീ ഇവിടെ എപ്പോഴും തപസ് ചെയ്ത് വസിക്കുക. മറ്റു ജീവികളൊന്നും സാധാരണയായി ഇവിടെ വരികയില്ലല്ലോ. ത്രേതായുഗത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ ദശരഥപുത്രനായി അവതരിക്കും. ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി വനത്തിൽ ആ രാജാവ്, അതായത് ശ്രീരാമൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് ശ്രീരാമന്റെ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടു പോകും. ആ സമയത്ത് ക്രൂരനായ ദശാനൻ, അതായത് രാവണൻ, ശ്രീരാമന്റെ പത്നിയെ സീതയെ തട്ടിക്കൊണ്ടുപോകും. സീതാദേവിയെ അന്വേഷിക്കുന്നതിനായി നിന്റെ ഈ ഗുഹാമന്ദിരത്തിലേക്ക് വാനരന്മാർ വന്നെത്തും. സന്തോഷത്തോടെ നീ ആ ശ്രീരാമപാദം പുൽകണമെന്നും അവൾ പറയുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ക്ഷണത്തിൽ തന്നെ രാമന്റെ അടുക്കൽ എത്തുകയും വേണമെന്ന് അവൾ പറഞ്ഞു. നിങ്ങൾക്ക് പുറത്തു കിടക്കുവാനായിട്ട് കണ്ണുകൾ അടച്ചു നിൽക്കൂ. ശരിയായ വഴിയിൽ നിങ്ങൾ എത്തിച്ചേരുമെന്ന് വാനര ശ്രേഷ്ഠന്മാരോട് അവൾ പറയുകയുണ്ടായി. വാനര ശ്രേഷ്ഠന്മാർ വേഗത്തിൽ തന്നെ കണ്ണുകൾ അടച്ചു നിന്നു. എത്രയും നിമിഷങ്ങൾ കൊണ്ട് അവർ നേരത്തെ നിന്നിരുന്ന ആ കാട്ടിൽ എത്തുകയും ചെയ്തു. അത്ഭുതം, മഹാ അത്ഭുതം എന്ന് പറയട്ടെ. ഇതെല്ലാം പണ്ടേ, അതായത് കാലങ്ങൾക്ക് മുൻപേ നിയോഗിച്ചു വെച്ചിരിക്കുന്നതെന്നാണെന്ന് വാനരന്മാർക്കും മനസ്സിലായി തുടങ്ങി. ഇതോടുകൂടി ഇന്നത്തെ അർത്ഥവും വരികളും പൂർണ്ണമായിരിക്കുന്നു. നാളെ ബാക്കി സീതാന്വേഷണ കഥയുമായി കാണാം. നന്ദി, നമസ്കാരം.